ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊച്ചിക്കാരുടെ സ്വന്തം ബീഫ് ചാപ്സ് ആണ്. ഞാനിവിടെ വളരെ കുറച്ച് ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ. 1/2 കിലോ ബീഫ് വലുതായി അരിഞ്ഞതെടുക്കുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1.5 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, അതോടൊപ്പം ഒരല്പം വെളുത്തുള്ളിയും നമ്മൾ ചോപ്പ് ചെയ്ത് എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചോപ്പ് ചെയ്തോ ചതച്ചോ എടുക്കാവുന്നതാണ്. അതോടൊപ്പം ഞാൻ ഒരു പച്ചമുളക് കീറിയതും എടുക്കുന്നു. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഉപ്പും 1.5 ടീസ്പൂൺ ചൊറുക്കയും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നു. അതോടൊപ്പം നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിലേക്ക് ചേർക്കുക. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഇതിലേക്ക് ചേർക്കുന്നു. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. മസാലയെല്ലാം നല്ല രീതിക്ക് ഇറച്ചിയിലെല്ലാം പിടിക്കുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഇത് നല്ലപോലെ പ്രഷർ കുക്ക് ചെയ്തെടുക്കുക. 2 വിസിൽ ഹൈയിലും ഒരു 4-5 വിസിൽ ലോയിലും ഇട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് 2 മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് എടുക്കുക. അതോടൊപ്പം ഒരു 10 ഉള്ളിയും കൂടി നമ്മൾ സ്ലൈസ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. മൺചട്ടിയിൽ പ്രിപ്പയർ ചെയ്താൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ആദ്യം നമ്മൾ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് ഒരല്പം കടുകും അതിലേക്ക് ഇടുന്നു. കടുകെല്ലാം പൊട്ടി കഴിയുമ്പോൾ ഒരല്പം വേപ്പിലയും ചേർത്ത് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഉള്ളിയും ചേർക്കുക. ഇനി ഇത് നല്ലപോലെ വഴറ്റിയെടുക്കുക. സവോള എല്ലാം നല്ലപോലെ വഴണ്ടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാല നമ്മൾ ചേർക്കുന്നു. പിന്നെ കുരുമുളക് പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ ചാറ് ഒരല്പം ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടി അരച്ചെടുക്കാനുണ്ട്. തേങ്ങയുടെ പാല് നമുക്ക് വേണം. 1-ാം പാലും 2-ാം പാലും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. ആദ്യം നമ്മൾ 2-ാം പാല് 1 കപ്പ് എടുത്ത് ഈ ചട്ടിയിലേക്ക് നമ്മൾ ചേർക്കുകയാണ്. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ഒരല്പം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് വീണ്ടും 2-ാം പാൽ തന്നെ ബാക്കി ഒഴിച്ച് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൻ്റെ കഷ്ണങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്. ഒരല്പം ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഒരല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് ഓരോന്ന് ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കുക. ഇനി ഇത് മൂടി വെച്ച് കുറച്ച് നേരം വേവിക്കണം. എല്ലാം നല്ലപോലെ വെന്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാല് 1 കപ്പ് ചേർക്കുക. 1-ാം പാല് ചേർത്തതിന് ശേഷം നമ്മൾ തിളപ്പിക്കാനോ ചൂടാക്കാനോ പാടില്ല. നേരെ അടച്ചു വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ച് വേപ്പില ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇത് അടച്ചു വയ്ക്കുക. ഇനി സെർവ് ചെയ്യാൻ നേരത്ത് മാത്രം തുറന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കഴിക്കാവുന്നതാണ്. ബ്രെഡിൻ്റെ കൂടെയോ പൊറോട്ട, ചപ്പാത്തി, അപ്പം, ചോറ് ഇവയോടോ എല്ലാത്തിൻ്റെയും ഒപ്പം നമുക്ക് ചാറ് കറിയായിട്ട് കഴിക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.